ഹലോ വെൽക്കം ടു റോസുസ് ടേസ്റ്റി ഹൗസ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈദ് സ്പെഷ്യൽ പുഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു മിൽക്ക് പുഡിംഗ് ആണ്, ക്യാരറ്റ് മിൽക്ക് പുഡിങ്. ക്യാരറ്റ് കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈദിൻ്റെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെയല്ലേ ആഘോഷിക്കുന്നതൊക്കെ. അപ്പോൾ വളരെ സിമ്പിളായിട്ടും അതേപോലെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 2 കപ്പ് പാൽ, അതാണ് 1/2 ലിറ്റർ പാൽ. ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിൽമ പാക്കറ്റ് നമുക്ക് വാങ്ങിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് കിട്ടും, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം 2 കപ്പ് പാൽ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ പാത്രത്തിൽ ചെയ്താലും മതി. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷമാണ് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. സൈഡിലൊക്കെ ഒന്ന് പറ്റി പിടിക്കാൻ തുടങ്ങി. അങ്ങനെ പറ്റി പിടിക്കുന്നതൊക്കെ ഒന്ന് ഇതേപോലൊരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു വുഡൻ്റെ തവി ഉപയോഗിച്ചിട്ടോ ഒന്ന് ആ പാലിലേക്ക് തന്നെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ച് കൂടുതലായിട്ട് അങ്ങ് കട്ട പിടിക്കാനായിട്ട് തുടങ്ങും. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വന്നിട്ട് ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ്. അപ്പം ഇതൊരു 1/2 കപ്പും പിന്നെ ഒരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് പാലിന് നമ്മൾ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും തന്നെ മതിയാവും. ഇനി നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് പകുതിയായിട്ട് എടുത്താൽ മതി. പകുതി പഞ്ചസാരയും ബാക്കി കണ്ടൻസ്ഡ് മിൽക്കും എടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് പാലൊഴിച്ച് കൊടുത്താലും മതിയാകും. ഇതിപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആ ക്യാരറ്റിൻ്റെ റോ ടേസ്റ്റ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല കഴിക്കുമ്പോഴത്തേക്ക്. നമ്മൾ ഈ പാലിൽ 1-2 മിനിറ്റ് ഒന്ന് കുക്കാകുന്നുണ്ട്. ഓവറായിട്ട് കുക്ക് ചെയ്യുന്നില്ല, 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, 1-2 മിനിറ്റ് ഒന്ന് കുക്കായിട്ടുണ്ട്. ആ ക്യാരറ്റിൽ നിന്നുള്ള ഒരു കളറൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡായിട്ടുണ്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്. ആ ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ മാറി ഇപ്പോൾ ഒരു യെല്ലോ കളർ തെളിഞ്ഞു വരുന്ന കാണുന്നില്ലേ നിങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് മാറ്റി വയ്ക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ ചൈന ഗ്രാസ് വന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് പെട്ടെന്നൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ആ ചെറിയ പീസുകളായിട്ടിരുന്നത്. ഇതിപ്പം ഏകദേശം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുഡിംഗ് മിക്സിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഈ സമയത്ത് നമുക്കിനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതാണ് നമ്മുടെ വാനില എസൻസ്. വാനില എസൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതിയാവും. വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ഫ്ലേവർ, വാനിലയുടെ ആ ഒരു ഫ്ലേവർ വരും. അതാണ് കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കയുടെ മിക്സ് ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ടൊരു 1-2 സെക്കൻഡ് ഒന്ന് ഒരുപാട് അങ്ങ് തിളയ്ക്കാനൊന്നും നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിയാവും. ഇനി ഞാനൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാണ്. ഇതിൽ കുറച്ച് ബട്ടർ തടവിയിട്ടുണ്ട്, പെട്ടെന്നൊന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ബട്ടറൊന്നും തടവിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ബട്ടർ തടവിയെന്നേ ഉള്ളൂ. ബട്ടർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരല്പം നെയ്യ് തടവി കൊടുത്താലും മതി. എന്നിട്ടിപ്പോൾ നല്ല ചൂടോടുകൂടിയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടി പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പുഡിങ് നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എയർ ബബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ലാണ്ടിരിക്കും. അതിനുശേഷം ഒന്ന് തണുത്തോട്ടെ. ഇത് നല്ല ചൂടോടെ ഇരിക്കുന്ന സാധനം ഡയറക്റ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട, ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ആ ചൂടൊക്കെ ഒന്ന് മാറി. ഇതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് നേരമൊന്നും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിലൊരു 2 മുതൽ 3 മണിക്കൂർ വരെ വെച്ചാൽ മതിയാവും. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ്. ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ടിട്ട് ഒന്ന് വരഞ്ഞ് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ട്രേയിലേക്ക് കമത്തി കൊടുക്കാം. ഈസി ആയിട്ട് പോരും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ബട്ടറും കൂടെ തേച്ചതുകൊണ്ട് നമുക്കൊരു ടെൻഷനും ഇല്ല, ഈസി ആയിട്ട് പോരും. ഇനിയിപ്പോൾ ബട്ടർ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈസി ആയിട്ട് പോരും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുവാണ്.
ഇത്ര സിമ്പിളായിട്ടാണ് കട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് വായിലിട്ടാൽ ഇങ്ങനെ പളാന്നിരിക്കും. അത്ര ടേസ്റ്റാണ് ഈ പുഡിങ്. അപ്പം ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തയ്യാറാക്കി നോക്കുക. ക്യാരറ്റൊന്നും ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല. എക്സ്ട്രാ ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. കൂടുതലും പിസ്ത നട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ഓപ്പോസിറ്റ് കളറും കൂടെ വരുമല്ലോ. ഇതിപ്പം ഞാൻ നല്ലൊരു ഓറഞ്ചും പിന്നെ ഒരു മിൽക്കിൻ്റെ കളറും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം നട്ട്സ് ഇട്ടിട്ട് സെറ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിനെ എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അപ്പോൾ താങ്ക്